ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഏതൊരു സാധാരണക്കാരനും അസാമാന്യമായിട്ടുള്ള സ്കില്ലുണ്ടാക്കിയെടുക്കാൻ, കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി നേടിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുക. ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം. അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകൾ ആളുകളെ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുക, അങ്ങനെ ഫെയിം ആവുക. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ഒരു ടെക്നിക്കുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മറ്റൊന്നുമല്ല, NLP എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് പ്രോഗ്രാം. നമ്മളൊരു മൊബൈൽ മേടിക്കുമ്പോൾ അതിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും അല്ലേ. അതിൽ ക്യാമറ ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനും ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആപ്പുകളുണ്ട്. ആ ആപ്പുകളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ചിന്തകളിലൂടെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് NLPയിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ NLPയിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ടത്? മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വെസ്റ്റേൺ സ്പീക്കർ. ഐ ആം രമേഷ്. ഐ എം എ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ. രണ്ട് തരത്തിലുള്ള പവറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒന്ന് പേഴ്സണൽ പവർ, രണ്ട് പ്രൊഫഷണൽ പവർ. പേഴ്സണൽ സ്കിൽസ് ഉണ്ട്, പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ രണ്ടിലും ഒത്തുപോകുമ്പോഴാണ്, ഇത് രണ്ടും ചേർന്ന് പോകുമ്പോഴാണ് നമ്മുടെ ഫാമിലിയും വളരെ സന്തോഷമായിട്ട് പോകുന്നു. നമ്മൾ ചെയ്യുന്ന ജോലികളിലും വളരെ ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ അതിൽ സക്സസ്ഫുള്ളായിട്ട് പോകും. നമുക്കറിയാം, പല ആളുകളെ എടുത്താൽ ചില ആളുകൾ ഫാമിലിയിൽ വളരെ ഹാപ്പി ആയിരിക്കും, പക്ഷെ അവർ പ്രൊഫഷണൽ അവരൊന്നും ആയിത്തീരുന്നില്ല. ചില ആളുകൾ അവരുടെ പ്രൊഫഷണലി ഹൈ ആയിരിക്കും, പക്ഷെ അവർ ഫാമിലി ലൈഫ് വളരെ മോശമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ NLP സഹായിക്കുന്നത് നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള കഴിവുകളെയും വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണത്. അപ്പം നിങ്ങൾ നമ്മുടെ ഫാമിലിയും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ പ്രൊഫഷനും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി, ഇതിനെല്ലാത്തിലും നമുക്ക് എക്സ്പെർട്ട് ആവാൻ വേണ്ടിയുള്ള കുറേ കഴിവുകളാണ് NLPയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. NLPയിൽ ആദ്യം വരുന്ന സെഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ആൻഡ് ചേഞ്ച് ലിമിറ്റിംഗ് ബിലീഫ്സ്. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനുണ്ട്, നമ്മൾ വിശ്വസിച്ചു പോരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയിട്ടും പല കാര്യങ്ങളും ചെയ്യാൻ പേടിയാണ്. അത് ചെറുപ്പം മുതലേ നമുക്ക് ചിലപ്പോൾ അരുത് എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. നമ്മളെ എൻകറേജ്, ഇപ്പോൾ നമ്മളൊരു പാടത്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചിലപ്പോൾ അടിച്ചായിരിക്കും വീട്ടിലേക്ക് കയറ്റുന്നത്, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞായിരിക്കും കയറ്റുന്നത് അല്ലേ. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അരുത് അല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പം മുതലേ നമ്മുടെ ബ്രെയിനിൽ അത് വേണ്ട, ഇത് വേണ്ട, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് കേട്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റം തന്നെ വളരെ ചെറുതായിപ്പോയി. ഇപ്പോൾ NLP ഡെവലപ്പ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ബ്രോഡ് മൈൻഡ് ആവുക എന്ന. വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവർ മനസ്സ് ഈ ലോകത്തിലെ ആളുകൾ, അതായത് ഹയസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേപോലെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ബിലീഫ് സിസ്റ്റം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആക്കേണ്ടതുണ്ട്. നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു ബ്രോഡ് മൈൻഡ് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ തിരിച്ചറിയണം. അതിനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി വേണം. എൻ്റെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ വിശ്വാസങ്ങൾ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം റിയാലിറ്റി ഉണ്ട്, എത്രത്തോളം ഞാൻ അന്ധമായിട്ട് കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഇതിനെയൊക്കെ വിശകലനം ചെയ്യാനായിട്ടും ഇതിനെയൊക്കെ തിരിച്ചറിയാനായിട്ടും NLP നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇതൊരു വലിയ സിസ്റ്റമാണ്, പക്ഷേ നിരന്തരം ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ഉൾവിളിയുണ്ട്. അപ്പോൾ ജ്ഞാനോദയം, ബോധോദയം ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ വ്യക്തമായിട്ട് ചിന്തിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ്.
ഉണ്ടാകുന്നത്. അപ്പോൾ NLP നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാനുള്ള, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയെടുക്കാനുള്ള, നല്ല ബിലീഫ് സിസ്റ്റത്തെ കീപ്പ് ചെയ്യാനും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്രദമല്ലാത്ത ആ ബിലീഫ് സിസ്റ്റത്തെ അവോയ്ഡ് ചെയ്യാനും നിങ്ങളെ NLP സഹായിക്കും. അപ്പോൾ ആദ്യത്തെ NLPയുടെ പ്രോസസ്സാണ് ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ആൻഡ് ചേഞ്ച് ലിമിറ്റിംഗ് ബിലീഫ്സ്. NLPയിലൂടെ രണ്ടാമത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു സ്കില്ലാണ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചോ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ അട്രാക്റ്റീവായിട്ടായിരിക്കും. നന്നായിട്ട് അട്രാക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വളരെയധികം സക്സസ് റേറ്റ് കുറവായിരിക്കും. നമുക്കറിയാം, ഒരു കോട്ടുണ്ട്, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ടേക്ക് സംതിങ് സിമ്പിൾ മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്, കമ്മ്യൂണിക്കേറ്റേഴ്സ് ടേക്ക് സംതിങ് കോംപ്ലിക്കേറ്റഡ് മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പവർ. ഈ നമ്മുടെ പേഴ്സണൽ ലൈഫും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും നമുക്കൊരു സ്റ്റാർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ആളുകൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ, നമ്മളെ ആളുകൾ എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അപ്പോൾ ആളുകൾ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങളോട് എപ്പോഴും മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണെങ്കിൽ അവർ കുറച്ച് അടുത്ത് നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് NLPയിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്നത്, നമ്മുടെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റാണ്. നമ്മുടെ വാക്കുകൾ ഒരാളെ കൊല്ലാനും കഴിയും, നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയും. അത്രയും കപ്പാസിറ്റിയുള്ള ഒരു മരുന്നാണ് വാക്കുകൾ. അപ്പോൾ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോഴാണ് എപ്പോഴും ആളുകൾ നമ്മൾ കാണാനും നമ്മൾ വിളിക്കാനും നമ്മളായിട്ട് സംസാരിക്കാനും നമ്മുടെ കൂടെ ഇരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് NLPയിലൂടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിലൊരു മാഗ്നറ്റിക് എനർജി ഉണ്ടായിരിക്കും, ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ശരിക്കും ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ NLP പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ NLPയിലെ സെക്കൻഡ് ബെനിഫിറ്റാണ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ യു ക്യാൻ ഡെവലപ്പ്. മൂന്നാമത് വരുന്നത് എൻഹാൻസ് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് അവനവനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം. നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ട്, പല കാര്യങ്ങളിലും പലതിലും സ്പെഷ്യലിസ്റ്റാണ് നമ്മൾ. നമ്മുടെ കൂടെ നടക്കുന്നവരെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെക്കുറിച്ച് വ്യക്തമായിട്ട്, പക്ഷെ നമ്മളെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാമെന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമ്മളിങ്ങനെ നിൽക്കേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ NLP നമ്മളുടെ വ്യക്തമായിട്ടുള്ള കപ്പാസിറ്റികളും നമ്മൾ എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ തരുന്നത്. നമുക്ക് എത്രത്തോളം ഗുഡ് ഹാബിറ്റുകളുണ്ട്, നമുക്ക് എത്രത്തോളം ബാഡ് ഹാബിറ്റുകളുണ്ട്, നമ്മുടെ സ്കില്ലുകൾ ഏത് തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഞാൻ ഏതൊക്കെ സ്കില്ലുകളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, എന്നെ നശിപ്പിക്കുന്ന എൻ്റെ ആക്ടിവിറ്റീസുകളൊക്കെ എന്തൊക്കെയാണ്, എന്നെ ഉയർത്തുന്ന ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നെല്ലാം നേടാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കഴിവുകൾ ഏതൊക്കെയാണെന്നൊക്കെ വ്യക്തമായിട്ട് ബോധ്യപ്പെടാനാണ് ഈ സെൽഫ് അവെയർനെസ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ NLP കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സ്വയം തന്നെ തിരിച്ചറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ ആവശ്യമില്ലാത്ത കല്ലുകളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ കൊത്തിക്കളയുന്നത് പോലെ തന്നെ നമ്മൾ തന്നെ നമ്മളുടെ ഒരു ആർക്കിടെക്ചറായിട്ട് മാറുകയാണ്. ശരിക്കും സെൽഫ് അവെയർനെസ് ഉള്ള ഒരാൾ ഒരിക്കലും ഒരു ബാഡ് കാര്യങ്ങളിലോ അല്ലെങ്കിൽ അയാളൊരു പ്രശ്നത്തിലോ ചെന്ന് ചാടത്തില്ല. കാരണം അയാൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടാവും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ NLP നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതെന്നും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളത് എന്തൊക്കെയാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വളർത്തിയെടുക്കേണ്ടതെന്നും വ്യക്തമായിട്ടുള്ളൊരു ബോധ്യമാണ് ഈ NLP എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാവുന്നത്. അവസാനമായിട്ട് NLPയുടെ ബെനിഫിറ്റ്സ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗ്രേറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. NLP എന്ന് പറയുന്നത് നമ്മൾ NLP ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒരു മാഗ്നറ്റായിട്ട് മാറ്റിയെടുക്കുകയാണ്. നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ, നമ്മൾ എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് NLP എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, ഇംപ്രൂവ് യുവർ റിലേഷൻഷിപ്പാണ് ശരിക്കും പറഞ്ഞ് നിങ്ങളാരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നിങ്ങളുടെ കൂടെയുള്ളവരാരാണെന്ന് മനസ്സിലാവണം. അപ്പോൾ റിലേഷൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? നമ്മൾ കൂടി യോജിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടി നടക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്വഭാവം എന്താണെന്നും ഒരു പരിധി വരെ നമ്മൾ എന്താണെന്നും ആളുകൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആരുമായിട്ടാണ് നിങ്ങളുടെ ജീവിതം
അസോസിയേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളായിത്തീരേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇഫ് യു അസോസിയേറ്റ് വിത്ത് ഗുഡ് പീപ്പിൾ ഓട്ടോമാറ്റിക്കലി യു ക്യാൻ ബിക്കം ഗുഡ് പേഴ്സൺ. ഇഫ് യു അസോസിയേറ്റ് വിത്ത് ബാഡ് പീപ്പിൾ യു വിൽ ബിക്കം ബാഡ് പേഴ്സൺ. ഇങ്ങനെ ഒരു പരിപൂർണമായിട്ട് അത് ശരിയല്ലെങ്കിലും ഒരു പരിധി വരെ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിനെ ബാധിക്കും. അപ്പം നമുക്ക് വേണ്ടത് നല്ല റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ ഫാമിലിയിലായപ്പോലും ഇപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സിന് മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നല്ല റിലേഷൻഷിപ്പ് വ്യക്തമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരുമിച്ച് താമസിക്കുന്ന, ഒരുമിച്ച് ജീവിക്കുന്ന, ഒരു ബെഡിൽ കിടന്നുറങ്ങുന്ന, ഒരു പാത്രത്തിൽ തന്നെ ഭക്ഷണം വേവിച്ച് കഴിക്കുന്ന ആൾക്ക് പരസ്പരം മനസ്സിലാക്കാനോ പരസ്പരം തിരിച്ചറിയാനോ കഴിയാത്തത് അവിടെ നിന്ന് തുടങ്ങുകയാണ്. നമ്മളുടെ റിലേഷൻഷിപ്സിൻ്റെ പ്രോബ്ലംസ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കണം. ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കേണ്ട ഒരു ആൽക്കെമിസ്റ്റിൽ പറയുന്നത് പോലെ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊരു കാര്യം വേണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്ന് പറയുന്നത് ഈ ബന്ധങ്ങളിലൂടെയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നേടിത്തരാനുള്ള ആളുകൾ വരുന്നത്. അപ്പോൾ NLPയിലൂടെ ഒരുപാട് ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് ആ ഒരു എനർജി തരുന്ന ഒരു ബ്രെയിൻ സിസ്റ്റം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യും. ഇവിടെ NLPയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു സാധാരണ ഫാമിലിയിൽ ജനിച്ച് സാധാരണ ജോലിക്ക് പോയ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്, ഒത്തിരി ആളുകൾ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇത് അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. കാരണം ഇതിനെക്കുറിച്ചുള്ള ഇനി ഉള്ള വീഡിയോസ് അടുത്ത എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിൽ ഓരോ സെഷനും എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന വീഡിയോസിന് പുറകിലുണ്ട്. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്. മേ ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. ദി വെസ്റ്റേൺ സ്പീക്കർ, പാലാരിവട്ടം.